ഹലോ, ഐ എം ഫഹീം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ അടിപൊളിയാക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഫിസിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് ഓർഗാനിക് കെമിസ്ട്രി. കെമിസ്ട്രിയാണ് അതിൻ്റെ ഒരു പാർട്ടാണ് ഓർഗാനിക് കെമിസ്ട്രി. അത്യാവശ്യം ഭയങ്കര പാടായിരുന്നു എനിക്ക് +2 വരെ. പാട് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഫിസിക്സ് പോലെ തന്നെ ഫിസിക്സ് ഓർഗാനിക് കെമിസ്ട്രി ഒന്നും മനസ്സിലാവാത്തൊരു ചാപ്റ്റേഴ്സ് ആയിരുന്നു എനിക്ക്. പിന്നെ റിപ്പീറ്റിന് കയറിയതിന് ശേഷമാണ് ഫിസിക്സ് ആണെങ്കിലും ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിലും ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. എനിക്ക് ആദ്യത്തെ കാര്യം പറയാനുള്ളത് വേറൊന്നുമല്ല, നമ്മള് മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത് എന്നുള്ളതാണ് ഓർഗാനിക് കെമിസ്ട്രിനെ പ്രത്യേകിച്ച്. ഞാനൊക്കെ +2 വരെ ഒരിക്കലും മനസ്സിലാവില്ല എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയതും ഒക്കെ. എന്നിട്ട് പഠിക്കാൻ കഴിയാതെ ആകെ നെയിമിങ് മാത്രം കുറച്ച് അറിയാമെന്നല്ലാതെ ബാക്കിയുള്ള ഒരു റിയാക്ഷൻസും എനിക്ക് ആ റിപ്പീറ്റിന് കയറുമ്പോൾ അറിയില്ലായിരുന്നു. അപ്പോ നെയിമിങ്, അതും ആ ബേസ് ലെവലിൽ നെയിമിങ് അത് മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. പിന്നെ റിപ്പീറ്റിന് കയറിയപ്പോഴാണ് കൂടുതൽ നെയിമിങ് പഠിച്ചതും ആ ഒരു റിയാക്ഷൻസ് ഒക്കെ പഠിക്കുന്നതും അങ്ങനെയാണ്. പിന്നെ അപ്പോ നമ്മൾ മനസ്സിലാവില്ല ഒരിക്കലും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. അപ്പം തന്നെ നമുക്ക് അത് സംഭവം സിമ്പിൾ ആണ് ഓർഗാനിക് കെമിസ്ട്രി. പക്ഷെ നമ്മൾ ആരും മനസ്സിലാക്കുന്നിടത്തും പിന്നെ കുറെ ടീച്ചേഴ്സ് കുറെ ഔട്ട് പഠിപ്പിക്കും. ആ ഔട്ടൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് ഒന്നും മനസ്സിലാവാത്ത ലെവലിലേക്ക് എത്തും. കാരണം എന്തൊക്കെയോ ഔട്ടാണ് പറയാം. അധികം പറഞ്ഞാല് 99.9% സാറുമാരും നല്ല ഔട്ട് പഠിപ്പിക്കും ഓർഗാനിക് കെമിസ്ട്രി. അപ്പോ നമ്മൾ ഔട്ടൊന്നും വാരി വലിച്ച് കയറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഔട്ടിനൊന്നും അധിക ക്വസ്റ്റ്യൻസും വരില്ല. ഏതോ ഒരു കൊല്ലം 1-2 ക്വസ്റ്റ്യൻസ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ കൊല്ലം അങ്ങനെ പഠിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഉള്ള ഇന്നോഫ് എൻസിആർടി പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതൊന്നും ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പറയാനുള്ളത്, നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഭയങ്കര മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ പറയാനുള്ളത് റിയാക്ഷൻസ്. ഓരോരോ റിയാക്ഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. അതിന്റെ മെക്കാനിസംസ് ഒക്കെ എൻസിആർടി ഉള്ള മെക്കാനിസംസ് മാത്രം പഠിച്ചാൽ മതി. പിന്നെ സാർമാരൊക്കെ അധിക ഇതിന്റെ മെക്കാനിസം നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അത്രങ്ങാനും നമ്മൾ ഡെപ്തിലേക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ ഓർഗാനിക് കെമിസ്ട്രി ഫിസിക്സോ മാത്രമൊന്നല്ല നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ വേറെ സബ്ജക്റ്റിലേക്കും നമ്മൾ ടൈം കൊടുക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ളത് മാത്രം നമ്മൾ പഠിക്കുക. നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ റിയാക്ഷൻസ് എല്ലാം നമ്മൾ എഴുതിയ കാര്യം ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്കത് ഇല്ലായിരുന്നു. എനിക്ക് ഷോർട്ട് നോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ റിയാക്ഷൻസ് മാത്രമുള്ള ഷോർട്ട് നോട്ട് ഇല്ലായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. റിയാക്ഷൻസ് ഒക്കെ പെട്ടെന്ന് മറന്നുപോവുകയും ചെയ്യും. നെയിംഡ് ആണെങ്കിലും മറ്റേതാണെങ്കിലും ഒക്കെ പെട്ടെന്ന് മറന്നുപോകും. അപ്പൊ അതൊക്കെ ഭയങ്കര നമ്മൾ മറന്നുപോയാൽ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ആ ഒരു നെയിംഡ് റിയാക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ എല്ലാ റിയാക്ഷൻസും ഉള്ള ഒരു ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അപ്പൊ അതെന്തായാലും ട്രൈ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻസിആർടി വായിക്കുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രി. ഞാൻ പക്ഷേ വായിച്ചിട്ടില്ല. എനിക്ക് ഒരു നല്ലൊരു നോട്ട് എനിക്ക് ഉണ്ടായിരുന്നു റിപ്പീറ്റിംഗ് ടൈമിൽ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എൻസിആർടി വായിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷെ എന്നാലും ആ നോട്ടിലാണെങ്കിലും ഔട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻസിആർടി ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. പക്ഷേ ബ്രില്യന്റിലുള്ള അധിക കുട്ടികളും എൻസിആർടിയിലാണ് മെയിൻലി ഫോക്കസ് ചെയ്യുക. കാരണം അറിയാലോ, ഔട്ട് നോട്ടിലൊക്കെ അധികം ഔട്ട് പറയാറുണ്ട് ഓർഗാനിക് കെമിസ്ട്രി. പക്ഷെ ചില ഔട്ടൊക്കെ വരാറുണ്ട് എന്നുള്ളതാണ് പറയാറുള്ളത്. പക്ഷെ എനിക്കത് ഔട്ട് പഠിച്ചിട്ട് വലിയ എഫക്റ്റീവ് ഒന്നും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിക്കാറില്ല. പിന്നെ പറയാനുള്ളത് ഇതാണ്, എൻസിആർടി വായിക്കുമ്പോൾ തന്നെ നമ്മൾ കുറെ പേരുകളൊക്കെ കാണും. അപ്പം പേരിനൊന്നും അത്രക്ക് വലിയ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറെ പേര് ഞാൻ പഠിച്ചിരുന്നു, പക്ഷെ അതിനൊന്നും ഒറ്റ ക്വസ്റ്റ്യനും വന്നിട്ടില്ല ഇതുവരെ. ഞാൻ റിപ്പീറ്റിംഗ് ടൈമിലാണെങ്കിലും ഒറ്റ ക്വസ്റ്റ്യൻ എനിക്ക് അത് ഉപകാരപ്പെട്ടിട്ടില്ല. അവിടുത്തെ മോഡലിനാണെങ്കിലും ഒന്നും ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ വന്നിട്ടില്ല, നീറ്റിനും വന്നിട്ടില്ല. അപ്പോൾ അതിനൊന്നും അത്രക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം, നമ്മൾ പെട്ടെന്ന് മറന്നുപോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവമാണ് പേരുകളൊക്കെ. അപ്പൊ അതൊന്നും അത്രക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഓരോ പേരുകൾ, ഇങ്ങനെ മുള്ളർ അങ്ങനത്തെ ഓരോരോ പേരുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ അതൊന്നും വല്ലാണ്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. വലിയ ടൈം വേസ്റ്റ് ഒന്നും ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മള് മാക്സിമം ടൈം എഫക്റ്റീവ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. നമ്മള് എന്തെങ്കിലും പഠിച്ചു എൻസിആർടിയിൽ എന്തെങ്കിലും പഠിച്ചു പോകുക എന്നുള്ളതല്ല. നമ്മൾ ആ ഒരു മോഡല് ക്വസ്റ്റ്യൻസിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാ വരിക അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ പറയാനുള്ളത് റിയാക്ഷൻസ് ആണ് മെയിൻ. റിയാക്ഷൻസ് നല്ലോണം പഠിക്കണം. റിയാക്ഷൻസ് കുറെ ക്വസ്റ്റ്യൻ വരും. പിന്നെ ചില ഇതിന്റെ മെക്കാനിസംസ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ മെക്കാനിസംസ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റേജസ് ഒക്കെ ചോദിച്ചാണ്ടൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കണം.
ഇപ്പോ NCERT ഇല്ലാത്തത് പഠിക്കാൻ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോ NCERT ഇല്ലാത്തത് കുറെ ആൾക്കാർ പഠിപ്പിക്കാറുണ്ട്. അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ടതല്ല. നമ്മൾ NCERT ഉള്ളത് പക്കായിട്ട് പഠിക്കണം. ഇന്റർമീഡിയറ്റ് ആണെങ്കിലും മറ്റ് എല്ലാ സ്റ്റേജും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ പിന്നെ ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതെന്ന് പക്കായിട്ട് ശ്രദ്ധിക്കണം. ചിലപ്പോ നമുക്ക് റിയാക്ഷൻസിൽ തന്നെ ഈ H2O ഉള്ളതുണ്ടാവും, H2O ഇല്ലാത്തതുണ്ടാവും, ഹീറ്റ് ഉള്ളതുണ്ടാവും, ഹീറ്റ് ഇല്ലാത്തതുണ്ടാവും. ട്രയാങ്കിളിൽ തന്നാൽ തന്നെ നമ്മൾ പെട്ടുപോകും. ആ ഒരു ട്രയാങ്കിൾ ഇപ്പൊ കണ്ടില്ല, ചിലപ്പോ ട്രയാങ്കിൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ റീഡ് ചെയ്യുക. നമ്മൾ മൈൻഡൊക്കെ അപ്പം തന്നെ ഓടണം ഫുള്ള്. പിന്നെ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നമ്മൾ എല്ലാ പോസിബിലിറ്റീസും പിന്നെ തിങ്ക് ചെയ്യുക എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.